മുൻ ചാലക്കുടി MP KP ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, വിവരങ്ങൾ എന്തൊക്കെ? സോണ മുൻ MP-യും ഒപ്പം തന്നെ എറണാകുളം DCC പ്രസിഡന്റുമായിട്ടുള്ള ആയിരുന്ന KP ധനപാലൻ ഇന്ന് പുലർച്ചെ 5:30 അന്തരിച്ചത്. അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. മൃതദേഹം ഇപ്പോൾ വടക്കൻ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 2009 അദ്ദേഹം ചാലക്കുടിയിൽ നിന്ന് ലോക്സഭ അംഗമായി. 2014 തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. പറവൂർ നഗരസഭാ അംഗം, മിൽമ ചെയർമാൻ, നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കേക്കര സീറ്റ് ധനപാലന് നൽകിയെങ്കിലും പ്രചരണം തുടങ്ങിയ ശേഷം അദ്ദേഹം പിന്മാറേണ്ടതായി വന്നിരുന്നു. എറണാകുളം ജില്ലയിലെ AK ആന്റണിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ കൂടിയാണ് ധനപാലൻ. നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ ഇത്രയധികം ആഴത്തിൽ വേരോടിച്ചിട്ടുള്ള ഒരു നേതാവ് മറ്റാരുമില്ല എന്ന് തന്നെ പറയാം. KP ധനപാലൻ അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ എറണാകുളം ജില്ലയിൽ ആകമാനം കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KP ധനപാലനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ KP ധനപാലൻ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വികാരം കൂടിയായിരുന്നു ആ പ്രവർത്തകരുടെ. എന്തായാലും ഇത്തവണ അദ്ദേഹം വൈപ്പിനിൽ നിന്ന് മത്സരിക്കുമെന്ന് ആദ്യമെല്ലാം പ്രചരിച്ചിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം പിന്മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെ 5:30 അദ്ദേഹം വടക്കൻ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത്. ശരി സഹിൻ ആന്റണി.